ഹായ് ഹലോ. ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഏട്ടൻ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് 4 മണി ഇട്ടിട്ടാണ് പണി തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിലിരുന്നപ്പോഴത്തേക്കും ഭയങ്കര ചൂടൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ തോട്ടിലൊക്കെ ഒന്ന് പോകാം, അവിടെ ആകുമ്പോൾ കുറച്ച് കാറ്റൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകാന്ന് വെച്ചാൽ ഞങ്ങൾ 2 കുഞ്ഞുണ്ണികളുണ്ട്, ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോകും. നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള വീട്ടിലൂടെയാണ് കേട്ടോ തോട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ നിറച്ച് മുല്ല ഇങ്ങനെ മുട്ടിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരുമിച്ചങ്ങ് വിരിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേക്കും അവിടുത്തെ പട്ടി സാർ ഇത് എഴുന്നേറ്റ് വാലൊക്കെ ആട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവനെ കൂട്ടുന്ന പുറത്തയച്ച് വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് ഓടി വരാം. പിന്നെ പോണ വഴിക്ക് ഒരു ഞാവൽമരമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പണ്ടൊക്കെ ഞങ്ങൾ കളിക്കുന്ന സമയത്ത് ഇത് ചെറിയ മരമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും നീതും കുഞ്ഞുണ്ണിയും കൂടെ കുറച്ച് ഞാവലൊക്കെ പറിച്ചു കേട്ടോ. തോട്ടിലേക്കാണ് പോകുന്നത്, പക്ഷേ തോട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഇങ്ങനെ പറിച്ചിട്ടും തിന്നിട്ടൊക്കെ സമയം കളയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തോടിൻ്റെ പരിസരങ്ങളാണ്. എൻ്റെ മുൻപുള്ള വീഡിയോയിലും ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പോകുന്നത് നമ്മൾ ഷീജേച്ചിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പം നീതുവിൻ്റെ അമ്മായിയും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയപ്പം നമ്മുടെ അടുത്തൊരു എസ്റ്റേറ്റ്, അവിടെ നല്ല കാട്ടുമാങ്ങ കിട്ടും. ചോലമാങ്ങ കാട്ടുമാങ്ങ എന്നൊക്കെ പറയും, ചിലയിടങ്ങളിൽ ചോലമാങ്ങ എന്ന് പറയും. അപ്പോൾ അത് പറിക്കാൻ പോയാലോ എന്ന് പറഞ്ഞു കേട്ടോ ചേച്ചി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ പോയി പറിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ കവറൊക്കെ എടുത്ത് ഞങ്ങൾ മാങ്ങ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ തോട് കടന്നിട്ട് വേണം നമുക്ക് ആ കാപ്പിത്തോട്ടത്തിലേക്ക് കയറാൻ കേട്ടോ. അപ്പോൾ തോടിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഈ ചേച്ചീൻ്റെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ തോട കിടന്ന് അങ്ങനെ പോകണ്ട. അപ്പോൾ നമ്മൾ തോട്ടിലേക്കായിരുന്നില്ല വന്നത്, അപ്പോൾ അതും നടന്നു, നമുക്ക് കാട്ടുമാങ്ങിയും പെറുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ പോവുകയാണ്. നോക്കട്ടെ നോക്കട്ടെ. അതാ പക്ഷേ അപ്പോൾ അത് ഞങ്ങൾ മാങ്ങയെല്ലാം പെറുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഷീജേച്ചീൻ്റെ വീട്ടിൽ പോയി, അവിടെ കുറച്ച് മുരിങ്ങയിലൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പറിച്ചു. പിന്നെ കോവക്ക ഉണ്ടായിരുന്നു, നന്നായിട്ട് ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞങ്ങൾ കുറച്ച് ഇങ്ങനെ പിഞ്ച് കോവക്ക കഴിക്കാൻ നല്ല രസമല്ലേ, അപ്പോൾ അതൊക്കെ പറിച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. സന്ധ്യയായി കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം.